ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. രാവിലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:30 ആകുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എന്താ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. എന്താ പറയുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിക്ക് ചമ്മന്തി ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സാമ്പാർ വെക്കാനായിട്ട് നമ്മളുടെ വെണ്ടയിൽ 2-3 വെണ്ടയ്ക്ക നിൽപ്പുണ്ട്. അപ്പോൾ അത് മൂത്ത് വരുന്നേ ഉള്ളൂ. അടുത്ത ദിവസം എടുക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് സാമ്പാർ വെക്കാമല്ലോ. ഇന്ന് എന്തായാലും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. മുളക് പൊടിയും ചുമന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ അരച്ച് വെക്കുന്ന തേങ്ങാ ചമ്മന്തി. എനിക്ക് പച്ചമുളക് ഇടുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഒന്നും കൂടി ഇഷ്ടം മുളക് പൊടി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ രാവിലെ ആയിട്ട് വന്നിട്ടുണ്ട്. ദിവാങ്കുഞ്ഞ് ഇപ്പോൾ അംഗൻവാടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ചമ്മന്തി അരച്ചെടുത്ത് ഇഡ്ഡലിയും കൂടി ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നപ്പം എങ്ങും അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചമ്മന്തിയായി ഇഡ്ഡലിയായി. ചമ്മന്തിയായ കൂട്ടത്തിൽ തന്നെ ചാച്ചായി കുറച്ച് മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഊണിന് മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. നമുക്ക് കാശ്മീരി മുളക് പൊടി തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അത് കാരണം ചമ്മന്തിക്ക് കുറച്ച് കളറ് കുറവാണ്. കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ച് നല്ലൊരു റെഡ് കളറൊക്കെ കിട്ടുമേ. അങ്ങനെ ആ മാമ്പഴമൊക്കെ ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇത് കഴുകിയിട്ട് ഇതിൻ്റെ തോല് ചെത്തുന്നില്ല, തോല് പൊളിച്ചാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. പക്ഷേ എനിക്കിതിങ്ങനെ അല്ലാതെ കഴിക്കുമ്പോൾ പല്ല് പെട്ടെന്ന് പൊളിക്കും. അത് കാരണം ഞാൻ നിവാങ്കുഞ്ഞിന് കുറച്ച് ചെത്തി കൊടുത്തിട്ട് പിന്നെ ഉള്ളത് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി വെച്ചാൽ എല്ലാവരും കഴിച്ചോളൂ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ മാമ്പഴം നമ്മൾ എടുക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. കാരണം നാട്ടുമാമ്പഴം ആയത് കാരണം പുഴു കാണും. അപ്പോൾ ആദ്യത്തെ മാമ്പഴത്തിൽ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. പുഴു ഉള്ളത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകി ചെത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാമ്പഴത്തിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 2 കഷ്ണം പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 കഷ്ണം ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ശർക്കര ഇട്ട് കഴിയുമ്പോഴത്തേക്കും മുളകിൻ്റെയും അത്ര എരിവും വരില്ല, എന്നൊരു പുളിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ പഞ്ചസാര ഇടാറുണ്ട്. ഇപ്പോൾ ശർക്കര ഉള്ളതാണ് ശർക്കര ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനൊരു ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ നെയ്യോളം മതിയാകും. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. തവി ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ മാമ്പഴം നല്ലതുപോലെ വേകുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ സ്പൂണൊക്കെ ഇട്ട് വെക്കാനായിട്ട് മീഷോയിൽ നിന്നൊരു സ്പൂൺ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ വൈറ്റ് കളറുള്ളത്. ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. 137 സംതിങ് എങ്ങാണ്ട് ഉള്ളൂ. 137 രൂപ എങ്ങാണ്ട് ഉള്ളൂ കേട്ടോ. ഇതിന് നല്ല യൂസ്ഫുള്ളാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുമാണ് കേട്ടോ. അപ്പോൾ മാമ്പഴം ഞാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം കുറച്ച് പാത്രം തേക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പാത്രം തേച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രവും പിന്നെ ചമ്മന്തി വെച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിലത്തെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കഴുകി വെക്കുന്നുണ്ടേ. കഴിഞ്ഞ ദിവസം മുട്ടത്തിന് പോയപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചിക്കൻ വാങ്ങുന്നതിൽ കഴിഞ്ഞും കൂടുതലായിട്ട് മീനാണ് വാങ്ങിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് മീനിനോടാണ് കുറച്ച് താല്പര്യം. അപ്പം ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു. അര കിലോ അല്ല, 1 കിലോ ചൂരയും പിന്നെ 1/2 കിലോ മത്തിയുമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മത്തി വറുത്ത് കൊടുക്കുന്നത് ഇപ്പം നിവാങ്കുഞ്ഞിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പം മത്തി വറക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ചൂര ഞാൻ വൃത്തിയാക്കി ഫ്രീസറിലേക്ക് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. മത്തി വെട്ടുമ്പോൾ മത്തിയുടെ ചെതുമ്പല് കളയാനാണ് കേട്ടോ ഏറ്റവും പാട്. ചെതുമ്പല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മത്തിക്ക് ഒരുപാട് നമ്മൾ പണിയെടുക്കേണ്ട കാര്യമില്ല. ചെതുമ്പല് കളയാനാണ് ഏറ്റവും പാട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മത്തി വെട്ടിയെടുക്കുന്നുണ്ട്. നിവാങ്കുഞ്ഞ് അപ്പുറത്ത് അച്ഛൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ മത്തിയും കൂടെ അങ്ങ് വെട്ടി വെക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻ വെട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ തുണി അലക്കുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോയി കിട്ടുമല്ലോ.
ഈ ഒരു കത്തി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു കേട്ടോ. ഇതിന് 100 രൂപ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 160 മറ്റോ ആയിരുന്നു ഇതിൻ്റെ ഒരു റേറ്റ്. ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി കേട്ടോ. അതിന് നല്ല മൂർച്ചയാണ്. പിന്നെ ഞാൻ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. മത്തി വറുക്കാനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മത്തി വറുത്ത് കഴിയുമ്പോൾ. അങ്ങനെ ആ മത്തിയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഊണിനുള്ള മത്തി പൊരിച്ചതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെച്ചാൽ മതിയല്ലോ. ഇതിനിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് തുണി അലക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ഈ കറിയൊക്കെ വെച്ചിട്ട് തുണി അലക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ലോങ് വീഡിയോ, ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യാമോ എന്ന് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗ്സിലൊക്കെ ഡീപ്പ് ക്ലീനിങ് വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങായും 2-3 ചുമന്നുള്ളി, 2 പച്ചമുളക്, 1 തരി ജീരകം, 2 വെളുത്തുള്ളി, ഇത്രയും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത അരപ്പും കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ തവി വെച്ചിട്ട് ഈ മാമ്പഴം നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ കടുക് വറുത്തിടുക കേട്ടോ. കടുകും കുറച്ച് ചുവന്നുള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവോളയാണ് എടുത്തത്. അപ്പോൾ സവോളയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറുത്തിടുക. എന്നിട്ട് നമ്മുടെ കറി ഇങ്ങനെ കോരി ഒഴിച്ച് നല്ല സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഊണിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ റാന്നിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണ ചിറ്റയുടെ അടുത്ത്. അപ്പോൾ ചിറ്റ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിന് പുളിയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനും നിവാങ്കുഞ്ഞും മാറി മാറി ഓരോന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിവാങ്കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ നാരങ്ങയുടെ ഒക്കെ കുരു പോലെ ചെറിയൊരു കുരുവുണ്ട്. അത് നമ്മളിങ്ങനെ മുത്തിച്ച് കളഞ്ഞിട്ട് ആ ഫ്രൂട്ട് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പുളിയും മധുരവും ഒക്കെ കൂടി നല്ലൊരു രുചിയാണ് ഇതിന്. നിവാങ്കുഞ്ഞും ഞാനും കൂടെ അത് സ്റ്റാർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി മീൻ വറുത്തൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ കിടത്തി ഉറക്കി. അങ്ങനെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായേ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പം, ശരിക്കും 4 മണിയൊക്കെ ആകുമ്പം പോകണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് മാറ്റി വെച്ചിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തൊടുപുഴയ്ക്ക് പോകുവാണ്. തൊടുപുഴ സമ്മർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അടുത്തൊരു വീട്ടിൽ നന്ദ്യാർവട്ടം ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ ഹൈബ്രിഡോ അങ്ങനെ എന്തോ ആണ്. ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചാമ്പങ്ങ അതൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്തതാണേ. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ എത്തി കേട്ടോ. നിവാങ്കുഞ്ഞ് എന്തായാലും നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. സമ്മർ ഫെസ്റ്റിന് പോകാമേ എന്ന് പറഞ്ഞുകൊണ്ട് 4 മണിയായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. 4 മണിയായപ്പോഴത്തേക്കും ആശാനൊന്ന് കടന്നുറങ്ങി. മഴയൊക്കെ പെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ചടങ്ങ് മാറ്റി വെച്ചത്. അങ്ങനെ 7 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. തൊടുപുഴ എത്തി. ആളെ നേരം പോയെന്നും പറഞ്ഞ് ഓടുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സ്നോ ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു എൻട്രി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ സ്നോ അത്ര ഒരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ മെർമെയ്ഡ് ഷോ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ സ്റ്റോൾസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ടും വാങ്ങിച്ചത് കുറച്ച് ചെടികളുടെ വിത്തുകളാണ് കേട്ടോ. പിന്നെ ഗ്രോ ബാഗ് വാങ്ങി. ഗ്രോ ബാഗിനൊക്കെ ഈ സ്റ്റോളിൻ്റെ ഉള്ളിൽ നല്ല വിലക്കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വിത്തുകളും ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിച്ചു. കൃഷ്ണ ഇത് ഒരു നമ്മുടെ ഈ ടാനൊക്കെ കളയുന്ന സോപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അത് വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ ചെടിക്കടയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും സ്റ്റക്കായി പോയിട്ടോ. കുറേ വിത്തുകൾ വാങ്ങിച്ചു. ഒരു പാലക്ക ചീരയുടെ വിത്ത്, എന്തൊക്കെയോ ക്യാപ്സിക്കത്തിൻ്റെ വിത്ത്, കുറേ വിത്തുകൾ വാങ്ങിച്ചു കേട്ടോ. ഒരു 8-10 ഐറ്റംസ് വിത്തുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രോ ബാഗും വാങ്ങിച്ചു കേട്ടോ. എനിക്ക് അവിടുന്ന് പോകാനേ തോന്നുന്നില്ലായിരുന്നു. കാരണം വെറൈറ്റി ഒരുപാട് വിത്തുകളുണ്ടായിരുന്നേ. ചെടികൾ അങ്ങനെ കുറവായിരുന്നു, കൂടുതലും വിത്തുകളായിരുന്നു കേട്ടോ. അപ്പോൾ വിത്തുകളൊക്കെ വാങ്ങിച്ചു. പിന്നെ കമ്മലും മാലയുടെയൊക്കെ സെക്ഷനിലേക്ക് ചെന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നി. പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ.
പിന്നെ താമരയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റിന് 50 രൂപയായിരുന്നു. എന്തായാലും ഞാൻ ചുമ്മാ നട്ട് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് താമരയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പാലക്ക് ചീരയുടെ വിത്ത് കിട്ടി. അങ്ങനെ കുറച്ച് വെറൈറ്റി വിത്തുകൾ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. വെറൈറ്റി കമ്മലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ജിമിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ നയാഗ്ര വാട്ടർഫോൾസ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് പേര് ആ വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദൂരെ നിന്നിട്ടും ഈ മഴച്ചാറ്റൽ പോലെ തെറിക്കുന്ന കാരണം നിവാങ്കുഞ്ഞിന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ ഒത്തിരി അടുത്തേക്ക് പോയില്ലായേ. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ വിർച്വൽ റിയാലിറ്റി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം. ഈ വിർച്വൽ റിയാലിറ്റിയുടെ വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നവർ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പൊന്നൂസും ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് വിശന്നാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൂടായിരുന്നു കേട്ടോ. പിന്നെ ചെടികൾക്കൊക്കെയാണ് ഒരു റേറ്റ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ നിവാങ്കുഞ്ഞിൻ്റെ ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 2 പേരും കൂടെ കയറി കേട്ടോ. ബാക്കിയുള്ളത് കാറും ബൈക്കൊക്കെ തീരെ കുഞ്ഞു പിള്ളേരെ കയറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഈ ടോയ് ട്രെയിനിൽ കയറി കുറച്ച് നേരം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഓരോ ഗെയിംസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നേ. നമ്മളങ്ങനെ 6 റിങ് ഇട്ടിട്ട് ആ ഒരു ഐറ്റത്തിൽ വീഴിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് വീഴുവാണെങ്കിൽ ആ ഐറ്റം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും. അവിടെ നിന്ന് ആരുടെയും വീഴുന്ന കണ്ടില്ല കേട്ടോ. ഞങ്ങൾ 6 റിങ് 50 രൂപയ്ക്ക് വെറുതെ ചുമ്മാ എറിഞ്ഞ് കളഞ്ഞു കേട്ടോ. നമുക്ക് ഗിഫ്റ്റൊന്നും കിട്ടിയില്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ഈ ഷൂട്ടിംഗ് സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. 50 രൂപയ്ക്ക് 6 ബുള്ളറ്റ് നമുക്ക് ട്രൈ ചെയ്യാം. അതിൽ 6 ബലൂണും പൊട്ടുവാണെങ്കിൽ ഒരു ടെഡി ബെയർ ഗിഫ്റ്റ് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ബോൾ എറിയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നേ. ബോൾ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ 18 നമ്പറിൽ കൂടുവാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് 2 ചെടിച്ചട്ടിയും 3 ചെടിച്ചട്ടിയും ഒരു ബേസിനും കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി. കുഴിമന്തി ആയിരുന്നു കേട്ടോ കഴിച്ചത്. ഈ കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. തൊഴിയുടെ ഒരു കടയായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴിമന്തി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. തിരിച്ച് മുട്ടത്തി വന്നിട്ട് നമ്മുടെ ടൗണിൽ തന്നെയുള്ളൊരു തട്ടുകടയിൽ കയറി കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.